ഇറാൻ അനുകൂല മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ അടിച്ചിറക്കുന്ന നുണപ്രചരണം ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേൽ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം ഇറാന്റെ വ്യോമസേന തകർന്നടിഞ്ഞിരിക്കുന്നു. അവരുടെ നാവികസേനയ്ക്ക് ഇനി ശേഷിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ആകെ ഒരവസരമായി അവർ കാണുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ സീനിയർ അഡ്വൈസറായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയെ വലിയൊരു ആശങ്കയിലേക്കാണ് തള്ളിവിടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ കേരളമടക്കമുള്ള പ്രദേശങ്ങൾ ഗുരുതര പ്രശ്നത്തിലേക്ക് കടക്കും. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയൊരു ജലപാതയാണിത്. ഭൂപടത്തിൽ നോക്കിയാൽ ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വടക്കും ഇറാൻ തെക്കുമായാണ് ഇതിന്റെ സ്ഥാനം. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വീതി ഏകദേശം 33 കിലോമീറ്റർ മാത്രമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം വെറും ഒരു ജലപാത എന്നതിലുപരി ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടി എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവർക്ക് തങ്ങളുടെ എണ്ണ വിദേശ വിപണികളിലേക്ക് എത്തിക്കാൻ ഈ ഇടുങ്ങിയ പാതയല്ലാതെ മറ്റ് എളുപ്പവഴികളില്ല. ലോകത്ത് പ്രതിദിനം കടൽമാർഗം വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 1/3 ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള എണ്ണ വിപണിയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തും. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം ലോകത്തെ ഊർജ്ജ ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 ഏകദേശം 20% കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമായ ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ വടക്കൻ പ്രദേശം മുഴുവൻ ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇതിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ പാതയ്ക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻ, വെറും 3 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ഈ പാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ പ്രാദേശിക ജലാതിർത്തികൾക്കുള്ളിലൂടെയോ അതിനോട് ചേർന്നോ ആണ് കടന്നുപോകുന്നത്. ഇത് ഇറാൻ സൈന്യത്തിന് കപ്പലുകളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും എളുപ്പമുണ്ടാക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ ഉപരിയായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ മേഖലയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത്. കടലിടുക്കിന് സമീപമുള്ള ദ്വീപുകൾ, ഉദാഹരണത്തിന് അബുമുസ, ഗ്രേറ്റർ ലെസൺ ടൂൺസ്, ഇറാൻ ശക്തമായ സൈനിക താവളങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നും അതിവേഗ ബോട്ടുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച്, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കടലിടുക്ക് തടയാൻ ഇറാന് സാധിക്കും. കരയിൽ നിന്നും കടലിലെ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈലുകളുടെ വലിയൊരു ശേഖരം ഇറാൻ ഈ തീരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളും കടലിനടിയിൽ ഒളിപ്പിക്കാവുന്ന മൈനുകളും ഇറാന്റെ പക്കലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഒരു വലിയ യുദ്ധക്കപ്പലിനെ നേടുന്നതിനേക്കാൾ ഉപരിയായി നൂറുകണക്കിന് ചെറിയ ബോട്ടുകളും മൈനുകളും ഉപയോഗിച്ച് ഈ പാത നിശ്ചലമാക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. അന്താരാഷ്ട്ര നിയമപ്രകാരം ഹോർമൂസ് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെങ്കിലും കപ്പലുകൾക്ക് ഇറാന്റെ കടൽപ്പരിധിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അവർക്ക് മേൽക്കൈ നൽകുന്നു. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് കപ്പലുകൾ പരിശോധിക്കാനോ തടയാനോ ഉള്ള അധികാരം ഇറാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ താക്കോലിരിക്കുന്ന ഈ ചെറിയ വാതിൽക്കൽ കാവൽക്കാരനായി നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും സൈനികവുമായ കരുത്ത്. ഇതാണ് ഇവർ ഇപ്പോൾ പ്രയോഗിക്കുന്നത്. കടലിടുക്ക് പൂർണ്ണമായോ ഭാഗികമായോ അടച്ചിടുന്നത് എണ്ണവിലയിൽ വൻ വർധനവിന് കാരണമാകും. നിലവിൽ $70 നിൽക്കുന്ന എണ്ണവില തടസ്സങ്ങൾ നീണ്ടു നിന്നാൽ 100 അല്ലെങ്കിൽ $150 മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധസമാനമായ സാഹചര്യം കാരണം GPS നാവിഗേഷൻ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ കപ്പൽ ഗതാഗതവും ഗണ്യമായി കുറഞ്ഞു. മാത്രമല്ല, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പ്രധാനപ്പെട്ട അമേരിക്കയുടെ കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്തകളും വരുന്നുണ്ട്. കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകാൻ കമ്പനികൾ തയ്യാറാകാത്തതും വലിയ പ്രതിസന്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മാക്സ് ഉൾപ്പെടെയുള്ളവർ ഈ പാതയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു നീക്കം ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ജപ്പാനും ദക്ഷിണ കൊറിയയുമൊക്കെ. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ 80% പോകുന്നത് ഏഷ്യൻ വിപണികളിലേക്കാണ്. മറ്റൊന്ന് ഗൾഫ് രാജ്യങ്ങളാണ്. ഇവർ കയറ്റുമതിക്കാരാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗമായ എണ്ണയും വാതകവും പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഈ പാത അത്യാവശ്യമാണ്. സൗദിക്കും UAEക്കും എണ്ണ എത്തിക്കാൻ മറ്റു ചില പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ഹോർമൂസ് പാതയ്ക്ക് പകരമാകാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഊർജ്ജത്തിനായി പശ്ചിമേഷ്യയെ കൂടുതൽ ആശ്രയിക്കുന്ന യൂറോപ്പിനും ഈ തടസ്സം വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതകം തടസ്സപ്പെടുന്നത് യൂറോപ്പിലെ ഊർജ്ജ പ്രതിസന്ധിയും രൂക്ഷമാക്കും.
ചുരുക്കി പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് അതിനിർണായകമാണ്. ഇറാന്റെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര ആയുധം കൂടിയാണ് ഹോർമൂസ് കടലിടുക്ക് കൂടി ഇവർ കൈവശപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ലോകമാകമാനം പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. പക്ഷേ ഇറാൻ ഓരോ നിമിഷം കഴിയുന്തോറും അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിനി കുറച്ച് കരസേന മാത്രമാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഹോർമൂസിനെ പിടിച്ചു നിർത്താൻ അവർക്ക് അധികകാലമൊന്നും പറ്റിയേക്കില്ല. എന്തായാലും അനിശ്ചിതത്വത്തിലാണ് കാര്യങ്ങളൊക്കെ. യുദ്ധമാണ്, എന്തും സംഭവിക്കാം, ഒന്നും പറയാറായിട്ടില്ല.